ഹലോ ഗൈസ്, ഞങ്ങൾ ഊട്ടിയിലായിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ വന്നാണ്. എനിക്ക് ഇന്നലെ വലിയ സുഖം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ വ്ലോഗ് നമുക്ക് കാണാട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യൂ. രാവിലെ എണീച്ച് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു കേട്ടോ, ഈ ബാൽക്കണിയിൽ. പിന്നെ ഒരു കട്ടൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ഫുഡ് അവർ കൊണ്ടുവരും. അത് കഴിഞ്ഞ് നമ്മൾക്ക് റെഡിയായി പുറത്ത് പോവാം. ഇന്നലെ ഒന്നും കാര്യമായിട്ട് ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കണത്. പക്ഷെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് നല്ല നല്ല വയ്യായികളുണ്ട്, നല്ല ക്ഷീണമുണ്ട്, നല്ല പ്രശ്നമുണ്ട്. അതും ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരിതൊന്നും തോന്നിയില്ല. പക്ഷെ ഇന്ന് നല്ല ഉറങ്ങി എണീച്ചപ്പോൾ ഒന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ലോഗ് ഫുള്ളും കാണാം കേട്ടോ. ഞങ്ങളെന്താ ഇറങ്ങും വീട്ടിലേക്ക്. രാത്രി ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തും. ഞാൻ പോയി കുളിച്ച് റെഡി ആവട്ടെ. നല്ല വെയിലുണ്ട് ഇവിടെ. കറക്റ്റ് വെയില. ആരോ കമന്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലല്ല, വേണ്ട വേണ്ട, കഴിക്കില്ല അവര്. ആ, ചിപ്സ് കഴിക്കില്ല, നാഷ്ട കഴിക്കില്ല. ഇതിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുവിന്റെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച്. നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. അവനിക്ക് പനി വന്നപ്പോ ഞാൻ പറഞ്ഞതിന്റെ ഭാഗ്യം അറിയാം. ആദുവിന്റെ ഹെയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദുവിന്റെ ഹെയർ ഫുൾ കളർ അടിച്ചായിരുന്നു, ഫുള്ളല്ല പകുതിയായിട്ട്. എന്നിട്ട് അവനിക്ക് പനി വന്നപ്പോൾ ഞാൻ വെട്ടിക്കൊടുത്തു. പിന്നെ അത് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡ് എടുത്ത കേട്ടോ. എങ്ങനെ പറയാ, ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകട്ടാ. ഫ്രണ്ടിത്തെ വ്യൂ. ഇവിടെ രാവിലെ എന്താണ് കാട്ടുപോത്തുണ്ടായിരുന്നു കുറേണം. ഫുഡ് കഴിക്കാൻ പോകും. താഴെ തോന്നുന്നു ഫുഡുള്ളത്. ആദു ദോശ. അതൊക്കെ താഴെ കേട്ടാ. ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് റൂമിൽ നിൽക്കുകയാണ്. ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോണു ഗൈസ്. ഇന്നലെ മേക്കപ്പും ചെയ്യാൻ പറ്റിയില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഇന്നതെല്ലാം തിരുത്തണം. നല്ല മേക്കപ്പ് ഇടാം നമുക്ക്, നല്ല ഫോട്ടോസ് കിട്ടിട്ടെ. അപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് മാറ്റി കാണിച്ചിട്ടാ. ഓക്കെ, ഈ ട്രിപ്പ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാട്ടോ. ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എവിടെയും കാണാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു റൂം എടുത്തു, അവിടെ കുറച്ച് നേരം ഇരുന്നു. അല്ലാണ്ട് നമ്മൾ ഊട്ടി കാണാനായിട്ടൊന്നും വന്നൊരു ട്രിപ്പായിരുന്നില്ല. പിന്നെ കുട്ടികളെ ചടപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്കായിട്ടൊരു പാർക്കിൻ്റെ അടുത്തേക്ക് പോകാട്ടാ. ഞങ്ങളിതുവരെ പോയിട്ടില്ലാത്തൊരു പാർക്കും കൂടാണ്. നല്ലൊരു അടിപൊളി പാർക്കാണ്. അതിൻ്റെ പേര് ടീ പാർക്ക് അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ പോണ വഴിയിൽ നല്ലൊരു പൈൻ ഫോറസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫോറസ്റ്റ് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അവിടെ ഉള്ളതിനേക്കാളും നല്ലൊരു തണുപ്പുള്ള സ്ഥലം തന്നെയായിരുന്നു ഈ ഒരു ഭാഗം. കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ടീ പാർക്ക് പോണ വഴിയാണ്
ഞങ്ങൾക്ക് ആർക്കും ശരിക്കും സ്ഥലമൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്ത് നിർത്തിയിട്ടാണ്. പിന്നെ എൻ്റെ കുറച്ച് പറ്റിഷുവാണ് ഗൈസ്. പിന്നെ ശരിക്കും ഈ ഒരു ട്രിപ്പ് നല്ലൊരു ട്രിപ്പായിരുന്നു. പക്ഷേ ഞാനും അതും കൂടുതൽ ഞാനാണ് കൊളാക്കിയത്. എനിക്ക് ഈ കാണുന്നൊരു ഷോ മാത്രമേ ഈ ഒരു ട്രിപ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ആക്റ്റീവ് ആവും. അത് കഴിഞ്ഞത് ഞാൻ സ്പോട്ടിൽ അവിടെ കിടന്ന് ഒരുപാട് സൈഡായി. പിന്നെ പറയാൻ പറ്റാത്ത പല അസുഖങ്ങളും എനിക്കുണ്ടായിരുന്നു ആ ഒരു ദിവസം. അങ്ങനെയൊക്കെയാണ് അന്നത്തെ ദിവസം ഞാൻ കടിച്ച് പിടിച്ചിരുന്നത്. ഞങ്ങൾ കുറേ ദിവസമായി എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിക്കുന്ന ടൈം ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ദിവസം അങ്ങനെയൊക്കെ ആയിപ്പോയി. അതിലെനിക്ക് അതിയായ സങ്കടമുണ്ട് ഗൈസ്. എനിക്ക് നല്ല വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല സീൻ വയ്യായിക ഉണ്ടായിരുന്നു കേട്ടോ. ഈ ടീ പാർക്കിലേക്ക് വന്ന ശേഷം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുട്ടികൾ അവരുടെ ലോകത്തേക്ക് പോയി. ഫുൾ കളി ചിരി. പിന്നെ അവർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ തിരിച്ചു വരുമ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഡ്രസ്സിൻ്റെ കോലം ഉണ്ടായിരുന്നത്. ഞങ്ങളും അതേപോലെ സുഖമായിട്ടിരുന്ന് എൻജോയ് ചെയ്തിട്ടാണ്. ഞങ്ങൾ ഇപ്പോൾ ഊട്ടിയിലെ ടീ ഫാക്ടറിയിലാണ്. കുട്ടികൾക്ക് കളിക്കാൻ ടീ പാർക്ക്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഏകദേശം സമയം 1:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ ആ ഒരു ടൈം നല്ലോണം എൻജോയ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പ് കാര്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ഇളനീര് അങ്ങനെ എന്തൊക്കെ കുടിച്ചുകൊണ്ട് കാര്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ മെല്ലെ മെല്ലെ മല ഇറങ്ങാൻ തുടങ്ങി. മല പകുതി ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടാ. അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു, നല്ലൊരു ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോണിൽ എത്രയും 10 താഴെയായിരുന്നു ചാർജ് ഉണ്ടായിരുന്നത്. അതെന്തോ ഞാൻ അത്ര ഫോണൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഞാൻ ചാർജർ എന്തോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് തോന്നുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് അപ്പോൾ തന്നെ എൻ്റെ ബാറ്ററിയൊക്കെ റെഡായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞത് നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അപ്പുറത്ത് നായ കുരയ്ക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് നല്ലോണം വരുന്നുണ്ട്. അങ്ങനെ ഒരു ഇളനീർ ജ്യൂസ് അങ്ങനത്തെ എന്തോ സാധനം ഇടയിൽ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കുറേ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്, അതൊന്നും ഞാൻ ഇടുന്നല്ല. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തി ഗൈസ്. ഇതാണ് നമ്മുടെ കോയമ്പത്തൂരിലെ പാലം. ഇതോടെ വീഡിയോ കഴിയട്ടോ. ഞങ്ങൾ അതൊരു KFC വേണം പറഞ്ഞിട്ട് KFC പോയി. മറ്റൊരു വെജിറ്റേറിയനക്ക് പോയി. പിന്നെ നമ്മുടെ വീഡിയോസ് ഇതോടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം. റമദാനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. ഓക്കെ, ബൈ.